അസ്സലാമലൈക്കും. ഇന്ന് ബീഫ് കേക്കാട്ടോ നമ്മളുണ്ടാക്കുന്ന സ്നാക്കിന് വേണ്ടിയിട്ട്. ഇതിന് ഇറച്ചിപ്പോള, ഇറച്ചി കേക്ക് അങ്ങനെ പലതും ഇതിന് പറയും. ഓരോ ഭാഗത്ത് ഓരോന്നാണ് പറയുന്നത്. നിങ്ങളെന്താ പറയുന്നത് ഇതിന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. പോർഷൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഫില്ലിങ്സിന് വേണ്ടി നമ്മളെടുത്തത് 2 വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി. ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കുന്നത് ബീഫ് വേവിക്കുമ്പോഴാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഉപ്പ് ചേർത്തിട്ടാണ് ബീഫ് വേവിക്കുന്നത്. വെന്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം അതിലേക്ക് 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മൈദ കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലോണം എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ഒഴിച്ച് കൊടുക്കുക. ഭാഗം പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ അടിയിലൊരു താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിമിലാക്കി വെക്കുക. 10 മിനിറ്റ് കൊണ്ട് കുക്കറിൽ ആവി വരുന്നതായിട്ട് കാണാൻ കഴിയും നമുക്ക്. ആവി വന്നതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക. നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും വെന്തകണം നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. കേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാനിലേക്കാണ് കേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വെക്കുന്നുണ്ട്. ഇവിടെ ബീഫ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.